ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2022-23 വർഷത്തെ സാമൂഹ്യശാസ്ത്രമാണ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ സയൻസ് ആണ്, അതിൻ്റെ മലയാളം മീഡിയമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? ഒന്നാമത്തെ പ്രവർത്തനം, തുറസായ സ്ഥലത്ത് നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ദിവസത്തെ വിവിധ സമയങ്ങളിലെ നിഴലുകളാണ് ചിത്രത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ നിഴലുകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു കുട്ടി ഒരു ദിവസം തന്നെയാണ്, പക്ഷേ വ്യത്യസ്ത സമയങ്ങളിലാണ് ഒരു തുറസായ ഒരു പ്ലെയിൻ ആയിട്ടുള്ള അഥവാ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചുമരുകളോ മറ്റൊന്നും ഇല്ലാത്ത ഒരു തുറസായ സ്ഥലത്താണ് കുട്ടി നിൽക്കുന്നത്. ഒരു ദിവസത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ നിന്നപ്പോൾ വ്യത്യസ്ത തരത്തിലാണ് നിഴലുകൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഭ്രമണം മൂലം സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഭൂമിയുടെ ഭ്രമണം മൂലം സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, എന്താണ് പരിക്രമണം? പരിക്രമണത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പരിക്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയാം. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നുണ്ട്, അതുമാത്രമല്ല സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ പരിക്രമണം എന്ന് പറയുന്നു. ഇങ്ങനെ പരിക്രമണം ഉണ്ടാകുമ്പോഴുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഋതുഭേദങ്ങൾ സംഭവിക്കുന്നതുമാണ്. ഇനി ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര സമയം വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 365 1/4 ദിവസമാണ് വേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഓരോ കാലാവസ്ഥാ മേഖലയ്ക്കും തനതായ സവിശേഷതകൾ ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ അവ ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുക. റൈഡീൻ, ഒട്ടകം, ധ്രുവക്കരടി, വേഴാമ്പൽ, തേള്, ഓറാങ്കുട്ടൻ, ഇത്രയുമാണ് ജീവികൾ. ഇതിൽ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? വേഴാമ്പലും ഓറാങ്കുട്ടാനും. ഓക്കെ, ഇനി ഉഷ്ണ മരുഭൂമികളിൽ കാണുന്നതോ ഒട്ടകങ്ങളും തേളുകളുമാണ്. ഒട്ടകം, തേള്. തുദ്രമേഖലയിൽ കാണപ്പെടുന്ന ഏതാണ്? റെയിൻഡിയർ ആൻഡ് ധ്രുവക്കരടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ തരംതിരിക്കേണ്ടത്. ഇനി ഇതിലെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മരുപ്പക്ഷകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ആ ഭാഗം കൂട്ടുകാർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്താണ് മരുപ്പച്ച എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശമാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. ഈ മരുപ്പച്ചകളിൽ സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കാണപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശങ്ങളാണ് മരുപ്പച്ചകൾ. മരുപ്പച്ചകളിൽ സസ്യങ്ങളും ജന്തുക്കളും ജനവാസ കേന്ദ്രങ്ങളും മേഖലകളും കാണപ്പെടുന്നു. ഇനി മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. വിവിധ കാലഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ് ഇന്ത്യയിലെ വാസ്തുവിദ്യാ രീതി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുത്ത് എഴുതുക. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടത് മാത്രം തിരഞ്ഞെടുത്താൽ മതി. തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളുടെ ശൈലികളും തദ്ദേശീയമായ ശൈലികളും സമന്വയിപ്പിച്ച് ഉണ്ടായ വാസ്തുവിദ്യയാണ്. ശരിയാണ് അല്ലെ, അതിനെയാണ് നമ്മൾ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ശരിയായ പ്രസ്താവനയാണ്. ഇനി 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ ശൈലിയാണ്. ആണോ? അല്ല, അതിനുശേഷം ഉണ്ടായതാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ സവിശേഷതകളാണ്. ശരിയാണല്ലേ. നമുക്ക് എക്സാമ്പിൾ പറയാം. താജ്മഹൽ, കുതബ് മിനാർ, അതൊക്കെ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ എക്സാമ്പിളാണ്. അതൊക്കെ ഇതുപോലെ കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും എല്ലാം ഉള്ളതാണ്. ഇനി അതും ശരിയാണ്. ഇനി അടുത്തത്, കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. അതും ശരിയാണ്. ഇനി ലാസ്റ്റത്തേത്, കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റും നാലാമത്തെ പോയിന്റുമാണ്. ഓക്കെ, ഇനി ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലും ഗോതിക് ശൈലിയിലുമുള്ള നിർമ്മിതികൾക്ക് ഓരോ ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് കൊടുക്കാം നമുക്ക്? ഇൻഡോ ഇസ്ലാമിക് ശൈലിക്കാണെങ്കിൽ നമുക്ക് താജ്മഹൽ കൊടുക്കാം. ഇനി ഗോതിക് ശൈലിക്കാണെങ്കിലോ സെന്റ് ഫ്രാൻസിസ്കോ ചർച്ച്. ഓക്കെ, സെന്റ് ഫ്രാൻസിസ്കോ ചർച്ചും നമുക്ക് കൊടുക്കാം. ഇനി പ്രവർത്തനം 4ലേക്ക് കടക്കാം. 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഉഷ്ണ മരുഭൂമികൾ. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്, നമുക്കറിയാവുന്ന കാര്യമാണ്.
മരുഭൂമിയിലെ കാലാവസ്ഥാ സവിശേഷതകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മരുഭൂമിയിൽ നമുക്കറിയാം പകല് താപം വളരെ കൂടുതലും രാത്രി താപം താരതമ്യേന കുറവുമാണ്. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. പകൽ താപം വളരെ കൂടുതലും രാത്രി താപം താരതമ്യേന കുറവുമാണ്. ഉഷ്ണകാലത്ത് ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണ്. ഇതാണ് പ്രധാനപ്പെട്ട മരുഭൂമിയിലെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സഹാറ വൻകരകൾ എന്നുള്ള മരുഭൂമികൾ സഹാറ, വൻകരകൾ ആഫ്രിക്കയിലാണ്. ഇനി താർ എവിടെയാണ്? ഏത് വൻകരയിലാണ്? ഏഷ്യയിലാണ്. അപ്പോൾ അവിടെ ഏഷ്യ എന്ന് കൊടുക്കണം. തെക്കേ അമേരിക്ക എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ മരുഭൂമി ഏതാണ്? അറ്റക്കാമ എന്നുള്ളതാണ്. ഇനി മൊഹേവ് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. CE 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി നഗരങ്ങൾ ഉയർന്നു വന്നു. മധ്യകാല യൂറോപ്പിൽ നഗരങ്ങൾ ഉയർന്നു വരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും വിനിമയം, അതുപോലെ കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, കരകൗശല വ്യവസായ കേന്ദ്രങ്ങൾ, തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നഗരങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമായുള്ള കച്ചവടം. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു യൂറോപ്യൻ നഗരങ്ങൾ വളർന്നു വരാൻ ഇടയായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മധ്യകാല യൂറോപ്യൻ നഗരങ്ങളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്? അവർക്ക് സ്വന്തമായ ഭരണ സംവിധാനം, അതുപോലെ മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ ചുറ്റും മതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഇതാണ് ഈ രണ്ട് സവിശേഷതയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ കൂട്ടുകാർ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഇനി നമുക്ക് ആറാമത്തെ പ്രവർത്തനം നോക്കാം. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം അല്ലെ, ലാറ്റിറ്റ്യൂഡിന്റെയും ലോഞ്ചിറ്റ്യൂഡിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിവിടെ ഒരു ലോക ഭൂപടത്തിന്റെ കിഴക്കേ അർദ്ധഗോളത്തിന്റെ ഒരു ഭാഗമാണ് ഭൂപടത്തിൽ തന്നിട്ടുള്ളത്. നൽകിയിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് പട്ടികയിലെ രാജ്യങ്ങൾ ഏതൊക്കെ അക്ഷാംശ രേഖാംശ രേഖകളിലാണെന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് അല്ലെ. ഓക്കെ, അപ്പോൾ ഇവിടെ രാജ്യം ഇന്ത്യയുടെ അക്ഷാംശ രേഖ ഏതാണ്? നമ്മൾ നോക്കൂ, ഇന്ത്യയുടെ അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഒരു 8 ഡിഗ്രി അല്ലെ, 8 ഡിഗ്രി വടക്കും അതുപോലെ 8 ഡിഗ്രി ആൻഡ് 38 ഡിഗ്രി വടക്കിലാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. രേഖാംശമാണെങ്കിൽ 68 ഡിഗ്രി കിഴക്ക്, 98 ഡിഗ്രി കിഴക്ക്. ഓക്കെ, ഇനി നേപ്പാൾ ആണെങ്കിലോ, നേപ്പാൾ എന്ന് പറയുന്നത് 20 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി വടക്ക്. ഇനി അതിന്റെ രണ്ടിന്റെയും ഇടയിലാണ്. രേഖാംശമാണെങ്കിൽ 80 ഡിഗ്രി കിഴക്കിന്റെയും 90 ഡിഗ്രി കിഴക്കിന്റെയും ഇടയിലാണ് നേപ്പാൾ. ശ്രീലങ്കയാണെങ്കിൽ 0 ഡിഗ്രി വടക്കിന്റെയും 10 ഡിഗ്രി വടക്കിന്റെയും ഇടയിലാണ്. രേഖാംശമാണെങ്കിൽ 80 ഡിഗ്രി കിഴക്കിന്റെയും 90 ഡിഗ്രി കിഴക്കിന്റെയും ഇടയിലാണ്. ഇനി പാകിസ്ഥാൻ ആണെങ്കിൽ 20 ഡിഗ്രി വടക്കിന്റെയും 40 ഡിഗ്രി വടക്കിന്റെയും ഇടയിലുള്ള അക്ഷാംശത്തിലാണ് കാണപ്പെടുന്നത്. 60 ഡിഗ്രി കിഴക്കിന്റെയും 80 ഡിഗ്രി കിഴക്കിന്റെയും രേഖാംശ ഇടയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിലെ മറ്റൊരു ചോദ്യം എന്താണെന്ന് നോക്കൂ. ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ കാണുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? 0 ഡിഗ്രി രേഖാംശ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? നമുക്കറിയാം, ഗ്രീനിച്ച് രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. എന്താണ്? ഗ്രീനിച്ച് രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി 0 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് എതിർവശത്തുള്ള രേഖാംശ രേഖ എത്ര ഡിഗ്രിയിലൂടെയാണ് കടന്നു പോകുന്നത്? എത്രയാണ്? 23.5 ഡിഗ്രിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഏഴാമത്തെ പ്രവർത്തനമാണ്. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. മധ്യകാല ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ക്ഷേത്ര നിർമ്മാണ രീതിയിലുള്ള മാറ്റങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ്? നമുക്കറിയാം, ആദ്യം എന്ന് പറയുന്നത് മധ്യകാല ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയായിരുന്നു. പിന്നെ അത് ചെത്തുമിനുക്കിയ പാറകൾ, ബഹുനില കെട്ടിടങ്ങൾ, ക്ഷേത്രഭിത്തികൾ, ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതി, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവരുടെ ആ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവ, പിന്നെ ചെത്തുമിനുക്കിയ പാറക്കല്ലുകൾ, പിന്നെ ബഹുനില കെട്ടിടങ്ങൾ വന്നു, പിന്നെ ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിയിലേക്കും വന്നു. ഇനി ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ഏത് ചോള രാജാവിന്റെ കാലത്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടെ കാലത്തായിരുന്നു? രാജരാജ ചോളന്റെ കാലത്തായിരുന്നു. ആരുടെയാണ്? രാജരാജ ചോളന്റെ കാലത്തായിരുന്നു. ഇനി കാമാക്ഷി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പ്രവർത്തനം 8 നോക്കാം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹിക വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്.
മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവ താഴെ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ രാജാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? ഇവിടെ കർഷകർ, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, രാജാവ്, ഇത്രയുമാണ്. ഇപ്പൊ രാജാവ് കഴിഞ്ഞ പിന്നെ അവിടെ വരുന്നത് പ്രഭുക്കന്മാര്, പിന്നെ ഇടപ്രഭുക്കന്മാര്, പിന്നെ കർഷകർ, അങ്ങനെയാണ് വരുന്നത്. കർഷകരാണ് ഏറ്റവും താഴെ തട്ടിലുള്ളത് എന്ന് നമുക്കറിയാം. ഇനി പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശമാണ് മാനർ. എന്തൊക്കെ ഉൾപ്പെട്ടതാണ് ഒരു മാനർ എന്ന് പറയുന്നത്? കൃഷിഭൂമി, മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിന്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം തുടങ്ങിയ ഉൾപ്പെട്ടതാണ് ഒരു മാനർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കൃഷിഭൂമി, മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിന്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, അതുപോലെ തന്നെ പ്രാർത്ഥനാലയം തുടങ്ങിയ ഉൾപ്പെട്ടതാണ് ഒരു മാനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.